അനുരാഗ കരിക്കിൻ വെള്ളം. ഹലോ, സെൻട്രൽ സ്റ്റേഷൻ. രഘു സാർ എവിടെ? എടാ രഘു, തനിക്കെന്തോ ഭീകരമായ മാനസിക പ്രശ്നമുണ്ട്. കുറെ ടിപ്പിക്കൽ ആൾക്കാർ അവരുടെ ഒരു കൺവെൻഷണൽ രീതിയുണ്ട്, അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. താങ്കളെല്ലാം പോയി ബ്രേക്ക് ചെയ്യണത് ട്രൈ ചെയ്യാനോ. ഖാലിദ് റഹ്മാൻ എന്ന നവാഗതനിലൂടെ ആസിഫ് അലി, ബിജു മേനോൻ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു മികച്ച എന്റർടൈനർ തന്നെയാണ് അനുരാഗ കരിക്കിൻ വെള്ളം. ആസിഫ് അലി, ബിജു മേനോൻ അപ്പനും മകനുമായി സ്ക്രീനിൽ എങ്ങനെ സിങ്കായി പോകുമെന്ന് കാണാൻ അവസാനം വരെ കാത്തിരിക്കേണ്ടി വന്നു. ഈ അപ്പനും മകനും നിങ്ങളുടെ മനസ്സ് കവരും, ഉറപ്പ്. മുൻ പരാജയങ്ങളുടെ ക്ഷീണം ഇതോടെ ഇരുവർക്കും വിട്ടുമാറും എന്നതും ഉറപ്പ്. പിന്നെ കൂടെ കട്ടയ്ക്ക് പിടിച്ചു നിന്ന സൗബിൻ താഹിറും ശ്രീനാഥും മാറി മാറി ചിരിപ്പിച്ചു. കൂട്ടത്തിൽ സൗബിൻ തന്നെയാണ് സ്കോർ ചെയ്തത്. പുള്ളിയെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ തിയേറ്ററിൽ ചിരി തുടങ്ങും. ആദ്യമായാണ് അഭിനയിക്കുന്നതെങ്കിലും രജീഷ തന്റെ ഭാഗത്തുനിന്ന് ഒരു കുറവും വരുത്തിയില്ല. ആസിഫ് അലിയുമായുള്ള അവസാന കോമ്പിനേഷൻ സീനുകളെല്ലാം വളരെ നന്നായി കൈകാര്യം ചെയ്തു. ബിജു മേനോൻ, ആശാ ശരത് എന്നിവരുടെയും കോമ്പിനേഷൻ സീനുകളും മികച്ചു നിന്നു. ഇനി എടുത്തു പറയേണ്ടത് പ്രകാശ് പിള്ളയുടെ സംഗീതമാണ്. 100% നിലവാരമുള്ള പാട്ടുകൾ. പിന്നെ ഇടയ്ക്ക് പുട്ടിന് പീര എന്ന പോലെ വയലിൻ വെച്ചുള്ള ഒരു നൈസ് ഐറ്റം ഉണ്ട്, അതെനിക്ക് നന്നായി ബോധിച്ചു. ഷൈജു ഖാലിദിന്റെ ഛായാഗ്രഹണം അതൊരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു കണ്ണുകൾക്ക്. ഇതിലൊക്കെ ഉപരി ഖാലിദ് റഹ്മാൻ എന്ന നവാഗതന്റെ മേക്കിംഗ്. ഒരു ചെറിയ കഥ നല്ല മനോഹരമായി അവതരിപ്പിക്കാൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. 100% ഫാമിലി എന്റർടൈനർ. കൊടുത്ത കാശിനോടും നമ്മളുടെ സമയത്തോടും ഈ ചിത്രം നീതി പുലർത്തുന്നുമുണ്ട്.